ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർ മരിച്ച സംഭവം വേദനാജനകമെന്ന് രാഹുൽ ഗാന്ധി. സംഭവം റെയിൽവേയുടെയും സർക്കാരിന്റെയും കെടുകാര്യസ്ഥതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രയാഗ്രാജിലേക്ക് പോകുന്ന ഭക്തരുടെ എണ്ണം കണക്കിലെടുത്ത് സ്റ്റേഷനിൽ മികച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹരിത സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിലാണ് 18 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 11 സ്ത്രീകളും 5 കുട്ടികളും അടക്കം 18 പേരാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തെ തുടർന്ന് ഇപ്പോൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ യോഗത്തിൽ ഇനി കൂടുതൽ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥയുണ്ടായത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും ഇന്നലെ ട്രെയിൻ ലേറ്റ് ആയതിനെ തുടങ്ങി പ്രയാഗ്രാജിലെ കുംഭമേളയിൽ പങ്കെടുക്കാൻ നിന്ന യാത്രക്കാരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. 8 ബീഹാർ സ്വദേശികളും 2 ഹരിയാന സ്വദേശികളും അടക്കം 11 സ്ത്രീകളും 5 കുട്ടികളും അടക്കം 18 പേരാണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ റെയിൽവേ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷവും അതുപോലെ തന്നെ കൂടുതൽ പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപ വീതവും ചെറിയ പരിക്കുകളേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവുമാണ് ഇപ്പോൾ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് റെയിൽവേയുടെ അനാസ്ഥയാണ്, അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമേൽ കുറച്ചുകൂടി ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ കൊടുക്കണമായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഇതിൽ ഉന്നയിച്ചിട്ടുള്ളത്. പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കം വിവിധ രാഷ്ട്രീയ നേതാക്കൾ അനുശോചനവുമായി എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലെല്ലാം തന്നെ പറയുന്നത് സ്വതന്ത്ര സേനാനി, ഭുവനേശ്വർ, രാജധാനി തുടങ്ങിയ ട്രെയിൻ കാത്തു നിൽക്കുന്ന യാത്രക്കാർ ഈ പ്ലാറ്റ്ഫോം നമ്പർ 14 ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രയാഗ്രാജിലേക്ക് പോവേണ്ട യാത്രക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രയാഗ്രാജ് എക്സ്പ്രസ് വൈകിയതിനെ തുടർന്ന് ഈ യാത്രക്കാരെല്ലാം തന്നെ അവിടെ ട്രെയിൻ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഉന്തും തള്ളും ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണമായി മാറിയതും അത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ 50ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെ എല്ലാം തന്നെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ പരിക്കേറ്റവർക്ക് കൃത്യമായി ചികിത്സ ഉറപ്പാക്കുമെന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി അതിഷിയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 18 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ഇനി എത്രത്തോളമുള്ള സുരക്ഷയാണ്, ഇനിയും കുംഭമേള അവസാനിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം ഇനി വരരുത് എന്ന് തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഹരിത, വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.